ഒന്നിലധികം മേഖലകളിൽ ആഴത്തിലുള്ളതും ഏകോപിപ്പിച്ചതുമായ ആക്രമണങ്ങൾ നടത്താനുള്ള ഇന്ത്യയുടെ കഴിവിനെ ഈ ഓപ്പറേഷൻ അടിവരയിടുകയും അമിതമായ ശക്തിയുടെ ഭീഷണിയിൽ സംഘർഷം ലഘൂകരിക്കാൻ പാകിസ്ഥാനെ നിർബന്ധിതരാക്കുകയും ചെയ്തു. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരെ നിർണായകമായി പ്രതികരിക്കാനുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയത്തെയും കഴിവിനെയും ഈ ഓപ്പറേഷൻ ശക്തിപ്പെടുത്തി. അതേസമയം ഈ ഓപ്പറേഷൻ വഴി ആധുനികവും സംയോജിതവുമായ ഇന്ത്യൻ സൈനിക ശേഷികൾക്ക് മുന്നിൽ പാകിസ്ഥാന്റെ നിർണായകമായ സൈനിക അടിസ്ഥാന സൗകര്യങ്ങളുടെ ദുർബലത ലോകത്തിന് മുന്നിൽ എടുത്തു കാണിക്കാനും ഇന്ത്യക്ക് കഴിഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂരിന്റെ വിനാശകരമായ ഫലം പാകിസ്ഥാന്റെ സൈനിക കഴിവുകളെ പ്രത്യേകിച്ച് വ്യോമ മേഖലയിൽ വേഗത്തിലും നിർണായകവുമായ തകർച്ചയിലേക്ക് നയിച്ചു. ശക്തി പ്രകടിപ്പിക്കാനും വ്യോമാധിപത്യം നേടാനും കൃത്യമായ ആക്രമണങ്ങൾ നടത്താനുമുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ കഴിവ് ഇന്ത്യയുടെ പ്രതികരണത്തിന്റെ അടിസ്ഥാനമായി മാറി. ഇത് ഇന്ത്യക്ക് അനുകൂലമായ സാഹചര്യങ്ങളിൽ ശത്രുത വേഗത്തിൽ അവസാനിപ്പിക്കാൻ പാകിസ്ഥാനെ നിർബന്ധിതമാക്കി എന്നതാണ് സത്യം. സമാനതകളില്ലാത്ത വേഗതയിലും നിർണായകതയിലും ഒരു സംഘടനത്തിന്റെ ഫലം രൂപപ്പെടുത്താൻ തന്ത്രപരമായ വ്യോമശക്തിക്ക് എങ്ങനെ കഴിയുമെന്നതിന്റെ ഒരു പാഠപുസ്തക ഉദാഹരണമായി ഓപ്പറേഷൻ സിന്ദൂറിനെ നിലനിൽക്കും.